235 പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിലെ സ്ത്രീ വിമോചന പോരാട്ടങ്ങളിൽ ഒരു വഴിത്തിരിവായി രേഖപ്പെടുത്തപ്പെടുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. രാജ്യത്ത് ആദ്യമായാണ് ഇങ്ങനൊരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, വ്യക്തികളെ സിനിമകളിൽ നിന്ന് ബാൻ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്, വിവേചനപരമായ നടപടികളെക്കുറിച്ച് പറയുന്നുണ്ട്, ഡ്രഗ്സും ആൽക്കഹോളും ഉൾപ്പെടെയുള്ള ലഹരിയുടെ നിയമവിരുദ്ധ ഉപയോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, വേതനത്തിലെ അസമത്വം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യവും അന്തസ്സുമില്ലാത്ത തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തലുകളുണ്ട്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്ന് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അഥവാ WCC ഒരു പെറ്റീഷനിലൂടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിക്കുന്നത്. മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ ഒരു കമ്മിറ്റിയെ 2017 ജൂലൈയിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചു. വിശദമായ പഠനത്തിനും വിപുലമായ അഭിപ്രായ സ്വരൂപണങ്ങൾക്കുമൊക്കെ ഒടുവിൽ 2019 ഡിസംബറിൽ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് നൽകുകയുണ്ടായി. അതീവ സെൻസിറ്റീവും വ്യക്തികളുടെ സ്വകാര്യമായ വിവരങ്ങൾ ഉൾപ്പെടെ ഉണ്ടെന്നും കമ്മിറ്റിയെ വിശ്വസിച്ച് നൽകിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്നും അതിനാൽ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് കത്തയക്കുകയുണ്ടായി. റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ കമ്മീഷന് വന്ന ആവശ്യങ്ങളും ആദ്യഘട്ടത്തിൽ വിവരാവകാശ കമ്മീഷൻ സ്വകാര്യതാവാദം ഉന്നയിച്ച് നിരസിക്കുകയുണ്ടായി. എല്ലാ നിയമവ്യവഹാരത്തിനും ഒടുക്കം വിവരാവകാശ കമ്മീഷന്റെയും ഹൈക്കോടതിയുടെയും ഇടപെടലിനുമൊടുക്കമാണ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെയൊക്കെ പിന്നിൽ WCCയുടെ ഉറച്ച നിലപാടുകളുണ്ട്. സ്ത്രീകളുടെ പ്രാതിനിധ്യം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ, അവർക്ക് നേരെയുള്ള സമീപനം എന്നിവയിൽ മലയാള സിനിമയും മലയാള സിനിമയുടെ നെടുംതൂണായി പ്രവർത്തിക്കുന്ന സംഘടനകളും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന കാലത്താണ് WCC രൂപം കൊള്ളുന്നത്. മലയാള നടിക്ക് നേരെ നടന്ന ലൈംഗികാതിക്രമത്തിൽ സംഘടനയും സഹപ്രവർത്തകരും എടുത്ത നിലപാടും സമീപനവും വലിയ വിവാദങ്ങൾക്കാണെന്ന് വഴിവെച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റാരോപിതനായ ദിലീപിനെ സംരക്ഷിക്കുന്ന നടപടികൾ വരെ ഉണ്ടായി. തുടർന്ന് 2017 മെയ് 18 WCC രൂപം കൊള്ളുകയുണ്ടായി. ആ വർഷം നവംബർ 1 തന്നെ WCC 1955 ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ നിയമത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിൽ നടിക്ക് നേരെ തന്നെ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും കുറ്റപ്പെടുത്തലും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ WCC അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ദിലീപിനെ അമ്മ എന്ന സംഘടനയിൽ തിരിച്ചെടുക്കുമെന്ന നിലപാട് വന്നപ്പോൾ അതിജീവിതയും WCC അംഗങ്ങളായ രമ്യ നമ്പീശൻ, ഗീതു മോഹൻദാസ്, റീമ കല്ലിങ്കൽ എന്നിങ്ങനെയുള്ളവർ അമ്മയിൽ നിന്നും രാജിവെച്ച് പുറത്തു വരികയുണ്ടായി. ഒടുക്കം 2020 പാർവതി തിരുവോത്തും രാജിവെച്ചു. WCCയിൽ അംഗങ്ങളായവർക്കും ചെറുത്തു നിന്നവർക്കുമൊക്കെ കരിയറിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുകയുണ്ടായി. സിനിമകളിൽ അഭിനയിപ്പിക്കാതെ മാറ്റി നിർത്തുകയും വാഗ്ദാനം നൽകിയ സിനിമകളിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്തുമൊക്കെയാണ് പുരുഷാധിപത്യ മലയാള സിനിമ പിന്നീട് പ്രവർത്തിച്ചത്. WCC സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് ഹൈക്കോടതി പോലും കയറുകയുണ്ടായി. WCCയുടെ പെറ്റീഷനിൽ കേരള ഹൈക്കോടതി 2022 മാർച്ചിൽ ഫിലിം പ്രൊഡക്ഷൻ ഹൗസുകളോട് പോഷ് നിയമത്തിന്റെ പരിധിയിൽ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവിട്ടു. ഇൻഡസ്ട്രിയിലെ ഓരോ സിനിമ യൂണിറ്റും ഓരോ എസ്റ്റാബ്ലിഷ്മെന്റുകളാണെന്നും അവിടെ ICC അഥവാ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണമെന്നും WCCയുടെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവിടുകയുണ്ടായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനും തുടർന്ന് സിനിമാ മേഖലയുടെ ആണത്ത അധികാര ശൃംഖല തകരുന്ന വെളിപ്പെടുത്തലുകൾക്കുമൊക്കെ WCC നിർണായകമായ പങ്ക് വഹിക്കുകയുണ്ടായി. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനും അമ്മയുടെ ജനറൽ സെക്രട്ടറിക്കും രാജിവെക്കേണ്ടി വന്നതും ഇതിനെ തുടർന്നാണ്. അമ്മയുടെ എക്സിക്യൂട്ടീവ് തലപ്പത്തിരിക്കുന്നവർക്കെതിരെ ഉൾപ്പെടെ അതിഗൗരവകരമായ ആരോപണങ്ങൾ വന്നിട്ടൊന്നും മലയാളത്തിലെ മഹാനടന്മാർക്കും കൂട്ടാളികൾക്കും ഒരനക്കവുമില്ല. എന്നത്തെയും പോലെ അവർ അഭിനയിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. പക്ഷേ തൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന നടിമാരും സിനിമാ ആർട്ടിസ്റ്റുകളും സഹായികളും ഒക്കെ വലിയ തോതിൽ അന്യായം നേരിട്ടിരുന്നവർ ആയിരുന്നു എന്നറിഞ്ഞിട്ടും അതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടും കൂടി അവർക്കൊന്നും പറയാനില്ല, നിലപാടില്ല, പ്രസ്താവനയില്ല, പ്രതികരണമില്ല. ആര് എന്ത് നിലപാടെടുത്താലും, ആരൊക്കെ ഓടി രക്ഷപ്പെട്ടാലും, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള ചലച്ചിത്ര മേഖലയെ ഉഴുതുമറിക്കും വിധം വലിയ മാറ്റമാവുകയാണ്.